ഇന്ത്യയുടേത് അതിവേഗം വളരുന്ന ഒരു സമ്പദ്ഘടനയാണ്. ഇപ്പോഴുള്ള വ്യാപാര യുദ്ധം ഒരു സാമ്പത്തിക യുദ്ധം എന്നല്ലേ പറയേണ്ടത്. ചൈനയെ നിയന്ത്രിക്കാൻ US ഇന്ത്യയെ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ US കമ്പനികൾക്ക് വൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ടെക്, ഫാർമ, ഡിഫൻസ്, സ്പേസ് എന്നീ മേഖലകളിലെ ഇന്ത്യൻ കമ്പനികളുടെ മുന്നേറ്റം, ഗ്ലോബൽ ടെൻഡറുകളിൽ കുറഞ്ഞ വിലയും എന്നാൽ നിലവാരമുള്ളതുമായ ഇന്ത്യയുടെ ഓഫറുകൾ, അഗ്രികൾച്ചറൽ, ഡയറി പ്രോഡക്ട്സിൽ ഇന്ത്യയുടെ ശക്തമായ തീരുമാനം, പിന്നെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യ റഷ്യ ഓയിൽ കരാർ, ബ്രിക്സിലൂടെ ഇന്ത്യ ചൈന റഷ്യ ബന്ധം, ഇതൊക്കെയാണ് കാരണങ്ങൾ. പക്ഷെ യാഥാർത്ഥ്യം ഇതൊരു ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുദ്ധമാണ്. അമേരിക്ക എപ്പോഴും ഇന്ത്യൻ ടാലൻസിനെ ഉപയോഗിച്ച് ടെക്നോളജിയെ ആശ്രയിച്ചാണ് സൂപ്പർ പവർ ആയിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഏത് രാജ്യമാണ് മൊണോപ്പോളി നിലനിർത്തുന്നത്, ആ രാജ്യമായിരിക്കും ഇനി സൂപ്പർ പവർ ആകാൻ പോകുന്നത്. ഇന്ത്യക്ക് സാമ്പത്തിക വശമായിരുന്നു ഇതിന് തടസ്സം നിന്നത്. ഇന്ത്യയുടെ GDP 2010 $1.7 ട്രില്യൺ ആയിരുന്നു. 2025 അത് $4 ട്രില്യൺ മാറി. IT, സ്റ്റാർട്ടപ്പ്, മാനുഫാക്ചറിങ്, സ്പേസ്, ടെക് എല്ലാം ഉയരും. ഇന്ത്യ 2030 $7 തൊട്ട് $8 ട്രില്യൺ വരെയാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യ സാമ്പത്തികമായി മുന്നേറിയപ്പോൾ സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രതിരോധ നിർമ്മാണ മേഖല ഇവയെല്ലാം സെൽഫ് റിലയൻറ്റ് ആയി തുടങ്ങി. സ്വാഭാവികം USA താരിഫ് എന്ന മിസൈൽ അയച്ച് വ്യാപാര യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഇന്ത്യ ട്രേഡ് ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് അതിനെ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാക്കി. US താരിഫിന്റെ ആഘാതം കുറയ്ക്കാൻ, കയറ്റുമതി വിപുലീകരിക്കാനും വിപണികളെ വൈവിധ്യമാക്കാനും 20,000 കോടി രൂപയുടെ പ്രത്യേക മിഷൻ പ്രഖ്യാപിച്ചു. US ആശ്രയം കുറച്ച് മറ്റു രാജ്യങ്ങളിലേക്കും ആഭ്യന്തര വിപണികളിലേക്കും വ്യാപാരം തിരിച്ചുവിട്ടു. യൂറോപ്പും അമേരിക്കയും റഷ്യയിൽ നിന്ന് എണ്ണ, യുറേനിയം, പലേഡിയം ഇവയെല്ലാം ഇറക്കുമതി ചെയ്യുന്ന ഇരട്ടത്താപ്പിനെ ചൂണ്ടിക്കാട്ടി. റഷ്യയുമായുള്ള വ്യാപാരവും ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ സഹകരണവും വർദ്ധിപ്പിച്ചു. ഇന്ത്യയും പല രാജ്യങ്ങളും അമേരിക്കയുമായുള്ള ഡിഫൻസ് കരാറുകൾ റദ്ദാക്കി എന്ന് ചില സോഴ്സുകൾ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഈ തീരുമാനങ്ങൾ സാമ്പത്തിക നേട്ടമല്ല, 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ വിജയമാണ്. ഇന്ത്യ. ജയ് ഹിന്ദ്.